ഇന്നിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിനുള്ളിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റി എടുക്കുന്നുണ്ട്. നേരത്തേക്ക് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. കാരണം പാചകം ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒത്തിരി ലെങ്ത് കൂടിപ്പോവും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച് ഫുള്ളായിട്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തപ്പോഴത്തേക്കാണ് ലെങ്ത് കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എഡിറ്റ് ചെയ്യാനും പാടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ കറി വെക്കുന്നതിൻ്റെ വീഡിയോ രണ്ടാമത് ഇടാം. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇത് ഓരോ പീസായിട്ട് ഞാൻ എടുത്ത് അതിലൊരുമാതിരി കൊഴുപ്പ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വല പോലെയൊക്കെ വലിഞ്ഞൊക്കെ വരുന്നതിനൊക്കെ ഉണ്ടല്ലോ, വേസ്റ്റും കാര്യങ്ങളും കട്ട് ചെയ്ത് മാറ്റി നെയ്യൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാരിയലിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുമാതിരി കട്ട പിടിച്ചൊക്കെ ബ്ലഡൊക്കെ ഇരിക്കും. പിന്നെ അതുപോലെ മജ്ജ പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് പിച്ചാത്തിൻ്റെ മോനെ വെച്ച് തുറന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ മേടിക്കുമ്പോഴത്തേക്ക് ഞാൻ കഴുത്ത് മേടിക്കത്തില്ല കേട്ടോ. കഴുത്ത് ചിക്കൻ വെട്ടുമ്പോഴത്തേക്ക് ഞാൻ പറയും ചിക്കനിലെ കഴുത്തിടല്ലെന്ന്. പക്ഷേ ഇത്തവണ മോൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കഴുത്തുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് മാറ്റി ഹാപ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ് വേസ്റ്റും കാര്യങ്ങളെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഹാപ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ചിക്കനെല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഇനിയിപ്പോൾ എടുക്കുന്നുണ്ട്. ലെങ്ത് ഞാൻ കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ 5-6 വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കഴുകി എടുത്തിട്ട് ഞാനൊരു അരിപ്പയിലോട്ട് ഊറ്റിയൊക്കെ വെക്കുന്നുണ്ട്. എൻ്റെ വെള്ളം വേസ്റ്റൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കണം. കറി വെക്കുന്ന വീഡിയോ ഞാൻ രണ്ടാമത് ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ട് വയ്ക്കുക. അടുത്തൊരു വീഡിയോയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലെ തന്നെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒരു അരിപ്പയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.